students, today we will study binary representation of real numbers, then decimal representation of real numbers, then periodic decimal, and lastly the uncountability of real numbers. Binary representation of real numbers. This representation is based on the nested intervals property. Okay. Binary representation, each real number is expressed as a sequence of zeros and ones. Binary means two. Binary il rendenna undavullu, zero യും 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ any real number here we represent any real number between 0 and 1 as by binary representation. We represent any real numbers between 0 and 1, and then other representations can be obtained by adding a positive or negative number. Okay. Suppose suppose that x be a real number. Suppose that x be a real number. In then also we suppose that x belongs to the closed interval 0, 1. That is 0 less than or equal to x less than or equal to 1. Now to get binary representation, we have to first divide the interval 0, 1 into two equal sub-intervals called 0, 1 by 2, closed interval 0, 1 by 2 and 1 by 2, 1. And that is always do like this. Now if we have to check our x belongs to the first interval 0, 1 by 2 or in the second interval 1 by 2, 1. If x belongs to the left subinterval 0, 1 by 2, then the first term a1, first term a1 of the sequence we take the first term of the sequence as a1 equal to 0. If x belongs to the right subinterval 1 by 2, 1, then take a1 equal to 1. Okay. Now a1 equal to 1. And suppose if we take x as 1 by 2, x equal to 1 by 2, അതായത് end points ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ that is it is called a bisection point അല്ലേ, അവിടെ വെച്ചിട്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അതായത് ബൈസെക്ഷൻ പോയിന്റ് ആണ് എങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ബൈസെക്ഷൻ പോയിന്റ് ആണെങ്കിൽ then we can take a1 to be selected as 0 or 1. 0യോ 1ഓ എടുക്കാം. 1 by 2 ആണ് എടുക്കുന്നതെങ്കിൽ a1 is 0 or 1 by 2. അതായത് ഇതിലോ കൺസിഡർ ചെയ്യാം. നമ്മൾ ഏതിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഏത് കേസിലായാലും ശരി നമുക്ക് പറയാം, ഈ കേസിൽ
നമുക്ക് എന്ത് പറയാം, ഈ എക്സ് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുമെന്ന് പറയാം നമുക്ക്. എക്സ് എന്ന് പറയുന്നത് a1/2 ഇടയിലും a1+1/2 ഇടയിലും കിടക്കണോ നമുക്ക് പറയാൻ പറ്റും. a1+1/2 ഇടയിൽ കിടക്കണമെന്ന് പറയാം. അതായത് നോക്കൂ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 ഇടയിലും 1/2 ഇടയിലും കിടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? a1 0 ആവുമ്പോൾ, അല്ലെങ്കിലോ a1 1 ആവുമ്പോൾ 1/2 1+1/2 അതായത് 2/2 അതായത് 1 ഇടയിൽ കിടക്കണമെന്ന് പറയാം. മനസ്സിലായോ? അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വി ക്യാൻ സെലക്ട്. ഇപ്പം ഇത് ഫസ്റ്റ് ടേം, ഇപ്പം അതായത് നമ്മൾ ഏതൊരു റിയൽ നമ്പർ എക്സ് ഇൻ 0 1 നമ്മൾ എങ്ങനെയാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയാം. എനി നമ്പർ ബിറ്റ്വീൻ 0 and 1 can be represented as point a1, a2, a3, a4 ഇങ്ങനെയാണല്ലോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അല്ല ആ a1 കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. a1 can be 0 or 1. എങ്ങനെയാണ്, ബൈനറി ആയതുകൊണ്ട് ഒന്നിലോ 1 അല്ലെങ്കിൽ 0 എടുക്കാൻ പറ്റുള്ളൂ. 1 ആവണമെങ്കിൽ 0 ആവണമെങ്കിൽ ലെഫ്റ്റ് ഇൻ്റർവെല്ലിലാണ് കിടക്കേണ്ടി വരിക. 1 ആവണമെങ്കിൽ റൈറ്റ് ഇൻ്റർവെല്ലിൽ കിടക്കണം. അപ്പോൾ ആൻഡ് സാറ്റിസ്ഫൈ ദിസ് റിലേഷൻ a1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a1+1/2 എന്ന് പറയാം. ഇനി നെക്സ്റ്റ് we can say that the second term of the sequence, the second term of the sequence second term of the sequence കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ we have to bisect the subinterval to which x belongs. We bisect the subintervals to which x belongs. അതായത് എക്സ് നമ്മളിപ്പോൾ ആദ്യം 0 1 0 1/2 1/2 1 എന്ന് പറഞ്ഞു. ഇനി അടുത്ത അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ 1 1/2 0 1 എഴുതി കഴിഞ്ഞു. ഇനി അടുത്തപ്പോൾ a1 എഴുതി നമ്മൾ ആദ്യത്തെ സബ് ഇൻ്റർവെല്ലാണെങ്കിൽ അല്ലേ, 0 1/2 1/2 1. അപ്പോൾ ആദ്യത്തെ സബ് ഇൻ്റർവെല്ലാണെങ്കിൽ നമ്മൾ 0 എന്ന് എഴുതി. രണ്ടാമത്തേലാണ് സബ് ഇൻ്റർവെല്ലാണെങ്കിൽ പിന്നെ എന്താണ് 1 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇനി ഇതിൽ 0 1/2 കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0 1/2 കിടക്കുന്നത് വീണ്ടും അതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക. 1/2 - 0 എന്ന് വന്നു അല്ലേ. അപ്പോൾ 1/2 ആണ് ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ 1/4 ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പകുതി, അതിൻ്റെ ഹാഫ് എടുക്കുക. അതായത് 0 1/4 1/2 ആക്കുക. മനസ്സിലായോ? എന്നിട്ട് ലെഫ്റ്റ് സബ് ഇൻ്റർവെല്ലാണ് വരുന്നതെങ്കിൽ നമ്പർ വരുന്നതെങ്കിൽ എന്ത് നമുക്ക് എഴുതാം, a2 = 0 എന്ന് എഴുതാം. ഇതിൽ തന്നെ റൈറ്റിലാണ് വരുന്നതെങ്കിൽ a2 = 1 എഴുതാം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകാം. മനസ്സിലായോ? അത് വീണ്ടും ഇനിയിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് വന്നതെങ്കിലോ 1/4 ഞാൻ വിചാരിച്ച നമ്പർ എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിച്ച നമ്പർ 1/4 1/2 വന്നതെങ്കിൽ നമുക്ക് എന്താ എഴുതേണ്ടത്, a2 = 1 എഴുതണം. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, 1/2 - 1/4 എടുക്കുക. അതായത് 1/2 - 1/4 1/4 വരും. അതായത് 1/2² എന്ന് വരും. ഇതിൻ്റെ അല്ലേ ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് അതിൻ്റെ അതായത് ഇവിടെ ലെങ്ത്ത് ഇവിടെ ലെങ്ത്ത് 1/2 ആയിരുന്നു, ഇവിടെ ലെങ്ത്ത് 1/2 ആയിരുന്നു, ഇവിടെ ലെങ്ത്ത് 1/2² ആയി. മനസ്സിലായോ? ഇവിടെ ലെങ്ത്ത് എന്തായി, ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1/2³ ലെങ്ത്ത് വരണം. അതായത് 1/8 ലെങ്ത്ത് വരണം. അപ്പോൾ 1/4 മനസ്സിലായോ, 1/8 ലെങ്ത്ത് വരണം. 1/4 + 1/8 വരണം. പിന്നെ അടുത്തതോ 1/4 + 1/8 1/2 വന്നു. അതായത് 1/4 + 1/8 എന്താണ്, 2/8 3/8 വരും അല്ലേ. 1/4
3/8 അല്ലേ, 3/8 1/2. വീണ്ടും ആദ്യത്തേലാണ് വരുന്നതെങ്കിൽ A3 എഴുതുക, A3 0 എന്ന് എഴുതുക. രണ്ടാമത്തേലാണ് വരുന്നതെങ്കിൽ A3 എന്താണ് 1 എന്ന് എഴുതുക. അതിനനുസരിച്ച് അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇനിക്വാളിറ്റി ഏത് ഇനിക്വാളിറ്റി ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക? Then it satisfies the inequality A1/2 plus A2/2 square is less than or equal to x less than or equal to A1/2 plus A2/2 square plus A2 plus 1/2 square. This is less than or equal A1/2 plus A2/2 square less than or equal to x less than or equal to A1/2 plus A2 plus 1/2 square എന്ന് വരും കേട്ടോ. അപ്പം ഇത് ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഈ അതേപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വി കണ്ടിന്യൂ ദിസ് ബൈസെക്ഷൻ പ്രൊസീജിയർ assigning at the nth stage and the value an is equal to 0 if x is not the bisection point and lies in the left subinterval, and the value an is equal to 1 if x lies in the right subinterval. Left subinterval ആണെങ്കിൽ an 0യും റൈറ്റ് സബ് ഇൻ്റർവെല്ലാണെങ്കിൽ an 1 ഇടുക. അപ്പോഴും നമുക്ക് ഏത് for the sequence of next intervals whose intersection is the point x, then we have it satisfies the inequality A1/2 plus A2/2 square plus etc. plus an/2 raised to n is less than or equal to x less than or equal to A1/2 plus A2/2 square plus A3/2 cube plus etc. plus an plus 1/2 raised to n സാറ്റിസ്ഫൈ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഇനി പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇതേപോലെ ബൈസെക്ഷൻ പോയിന്റ് ആണ് വന്നതെങ്കിൽ, അതായത് 1/4 നോക്കൂ, ഇവിടെയൊക്കെ 1/4 എന്ന് പറയുന്നത് ബൈസെക്ഷൻ പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. ബൈസെക്ഷൻ പോയിന്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ if x happens to be a bisection point at the nth stage, then x is of the form, xന്റെ ഫോം എന്തായിരിക്കും? x is of the form m/2 raised to n. അതായത് എപ്പോഴും അത് 1 തന്നെ ആവണമെന്നില്ല. ഇവിടെ 1 ആണ്, പക്ഷെ ഇവിടെ നോക്കൂ 3/8 വരുമ്പോഴും കണ്ടോ 3 ആ വന്നിരിക്കുന്നത്. m/2 raised to n with m odd. മനസ്സിലായോ? m odd അങ്ങനെയാണ്, m is odd. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ we may choose either the left or right subinterval so that an is equal to 0 or an equal to 1. പിന്നെ if we choose the left subinterval so that left subinterval ആണെങ്കിൽ an equal to 0, then x is the right end point of all subsequent subintervals. നോക്കൂ, if we choose the left subinterval, ലെഫ്റ്റ് സബ് ഇന്റർവെൽ ആണ് നമ്മൾ ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആ പോയിന്റ് എങ്കിൽ, അല്ല 1/4 ആണ് നമ്മുടെ പോയിന്റ്. അപ്പം ഞാൻ ഈ ഇന്റർവെല്ലാണ് ഞാൻ ചൂസ് ചെയ്തതെങ്കിൽ എപ്പോഴും അതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? 0 എന്താണ്, അതായത് 0 1/4 ആണ് ഞാൻ ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എഴുതാം 0 1/4 ആണ് ഞാൻ ചൂസ് ചെയ്ത എക്സ് എന്ന് പറയുന്നത് 1/4 ആയിരുന്നു എങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? നോക്കൂ, അടുത്ത ഇതിനെ വീണ്ടും ഞാൻ ഇടുകയാണ്. 1/2 സ്ക്വയർ ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1/2 സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1/2 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് 1/8 ആണ്. അപ്പോൾ 0 1/8 പിന്നെ 1/8 1/4. അപ്പോൾ എക്സ് 1/4 ആയിരുന്നത് അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്താ വരേണ്ടത്? എനിക്ക് എടുക്കേണ്ടത് ഇതാണ്. മനസ്സിലായോ? ഇതാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദെൻ മനസ്സിലായോ? ഇഫ് വി ചൂസ് ദ ലെഫ്റ്റ് സബ് ഇൻ്റർവെൽ സോ ദാറ്റ് an is equal to 0, ലെഫ്റ്റ് സബ് ഇൻ്റർവെല്ലാണ് ഞാൻ ചൂസ് ചെയ്തത് എങ്കിൽ 1/4 1/2 1/4 1/2 ആയിരുന്നല്ലോ. അതായത് ഇഫ് വി ചൂസ് പിന്നെ ദ ലെഫ്റ്റ് സബ് ഇൻ്റർവെൽ so that an is equal to 0, then x is the right end point of, കൊണ്ടു
ആ എക്സ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത സെറ്റ് വരുമ്പോൾ എന്തായിരിക്കും 1/8 1/1. പിന്നെ നമുക്ക് എടുക്കേണ്ടത് റൈറ്റ് എൻഡ് പോയിന്റ് ആണ് എടുക്കേണ്ടത്. അടുത്ത് വീണ്ടും എടുക്കുമ്പോൾ ഇനി ഇത് മാത്രമല്ലേ എടുക്കുക, ഇതിന്ന് വീണ്ടും എടുക്കുമ്പോഴും എനിക്ക് ഇവിടെ എങ്ങനെ വരും 1/8 സംതിങ് എന്ന് വരും. പിന്നെ അതിൻ്റെ അടുത്തത് വരുമ്പോൾ ആ സംതിങ്ങിന് 1/4 വീണ്ടും അതിൻ്റെ റൈറ്റ് ആണ് വരിക. മനസ്സിലായോ? Then x is the right end point of all subsequent subintervals and hence ak equal to 1 റൈറ്റ് ആണ് എടുക്കുന്നത് കൊണ്ട് ak തൊട്ട് 1 ആയിരിക്കും. ak equal to 1 for all k greater than or equal to n+1. n+1 തൊട്ട് ഇവിടെ an 0 ആണ്. ആദ്യത്തെ നമ്മൾ an 0 ആണ് എടുത്തത്. പക്ഷേ അടുത്തത് തൊട്ട് എന്തായിരിക്കും പിന്നെ അത് എൻ പോയിന്റും ആണ് എടുത്തതെങ്കിൽ അല്ലേ, ബൈസെക്ഷൻ പോയിന്റും ആണ് എടുത്തതെങ്കിൽ അടുത്തത് തൊട്ട് n+1 തൊട്ടെല്ലാം എന്തായിരിക്കും 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? 1 ആയിരിക്കും എല്ലാം. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് വി ചൂസ് an equal to 1, an is equal to 1, then an equal to 1 ആണ് നമ്മൾ എടുത്തത്. ഇതിലത്തെ 1/4 ആണ് എടുത്തത് വിചാരിക്കുക. അപ്പോൾ ഞാനിത് നോക്കൂ, ഇത് ഈക്വൽ a3 ആണെന്ന് വിചാരിച്ചോളൂ. ഇത് a3 equal to 1 ആണ് എടുത്തതെങ്കിൽ an equal to അടുത്തത് ഞാൻ ഇവിടെ ഈ 1/4 1/2 ആയിരിക്കണം പിന്നെ എടുക്കേണ്ടത് ഞാൻ, അല്ലേ? 1/4 1/2 ആണ് പിന്നെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തത് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ 1/4 പിന്നെ ഇതിൻ്റെ ആദ്യം ഡിസ്റ്റൻസ് നോക്കുക, തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ഇതിനോട് കൂടെ ആ ഹാഫ് കൂട്ടിയിട്ട് അത് ഇടുക. പിന്നെ അത് 1/2 എന്ന് വരും ഈ ഇൻ്റർവെല്. പിന്നെ എനിക്ക് അടുത്ത് എടുക്കേണ്ടത് ഈ ഇൻ്റർവെല്ലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് a4 അല്ലേ 1/4 വരണം എന്നുണ്ട് വെച്ചാൽ എനിക്കത് ഇതിൽ വേണം എടുക്കാൻ, ലെഫ്റ്റിൽ വേണം എടുക്കാൻ. അപ്പോൾ എനിക്കത് എന്ത് വരും? അപ്പോൾ അടുത്ത a4 എന്ത് വരും? എനിക്ക് 0 വരും. വീണ്ടും അടുത്തത് എടുക്കുമ്പോൾ ഈ ഇൻ്റർവെല്ല് വേണം എടുക്കാൻ. ഈ ഇൻ്റർവെല്ലിനെ വീണ്ടും എടുക്കുമ്പോൾ 1/4 ഏതോ ഒരു ഇതുണ്ട് ഇൻ്റർവെല്ല് ഉണ്ടെങ്കിൽ ഇതിനെ വീണ്ടും എടുക്കുമ്പോൾ എന്ത് വരും? 1/4 വീണ്ടും എന്തോ ഒരെണ്ണം. ഇവിടെ ഞാൻ k ആണെന്ന് വിചാരിക്കുക, 1/4 k. പിന്നെ അടുത്തത് 1/4 k ആണെങ്കിൽ ഇവിടെ വേറെ എന്തോ ഒരെണ്ണം. പിന്നെ അടുത്തത് ഇവിടെ വേറെ എന്തോ ഒരെണ്ണം, ഇവിടെ k. ഇങ്ങനെ വരും അല്ലേ, ഇവിടെ ഒരെണ്ണം എന്തോ ഒരെണ്ണം. അപ്പം അങ്ങനെ പിന്നെ അപ്പം ഇവിടെ എന്ത് വരും? അടുത്തേലും ഈ ലെഫ്റ്റിൽ തന്നെയാണ് വരും. അപ്പോൾ വീണ്ടും അത് 0 വീണ്ടും a5ഉം 0 വരും. അതായത് 1 0 0 എന്നായിട്ട് ആയിരിക്കും വരിക. അതായത് ak equal to 0 അല്ലേ? മനസ്സിലായോ? ak equal to 0 for all k greater than or equal to n+1. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ 1/8 ആണെങ്കിൽ 1/8 ആണ് എടുത്തതെങ്കിൽ 1/8ൻ്റെ 2 പോസിബിലിറ്റീസ്. ഒന്നിലോ എന്തായിരിക്കും 0 0 0 1 1 1 അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ 0 0 1 0 0 0 എക്സെട്ര എന്നായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതായത് പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് 1/5ൻ്റെ നമുക്ക് നോക്കാം കേട്ടോ. 1/5 എടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ആ 0 1നെ നമ്മൾ ആദ്യം തന്നെ 0 1/2 1/2 1 ആയിട്ട്. അപ്പോൾ ഇതെവിടെ വരിക? ഈ 1/5 എന്താ വരിക? 1/5 എന്ന് വെച്ചാൽ എന്താണ്? 1/5 എന്ന് വെച്ചാൽ 0.2 അല്ലേ? അപ്പോൾ അത് എവിടെയാണ് വരിക? ഇത് 0.5 ആണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സബ് ഇൻ്റർവെല്ലായി വന്നുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ആദ്യം a1 എന്തെടുക്കാം? a1 ഈസ് 0 എന്ന് എടുക്കാം. ലെഫ്റ്റിൽ വന്നുകൊണ്ട് a1 0 a1 ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ ഇനി ആ ഇൻ്റർവെല്ല് മാത്രം കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് അടുത്ത ഈ ഇൻ്റർവെല്ലിനെ വീണ്ടും ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? 1/2 - 0 നോക്കുക. അപ്പോൾ ലെങ്ത്ത് മനസ്സിലാവും. 1/2 - 0 എന്താണ്? 1/2. അതിൻ്റെ അതിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫ് എടുക്കുക, അത് 1/4. 0 + 1/4 ചെയ്യാം. അപ്പോൾ എന്താ വരിക? 1/4 എന്ന് വരും. അപ്പോൾ 0 1/4 1/4 1/2 എന്ന് വരും. ഇനി അടുത്ത ഈ 1/5 ഇതിലാണ് കിടക്കുക. ഇത് 0.25 ആണ്. ഇത് 0.25നും 0.5നും ഇടയ്ക്കാണ്. നമുക്ക് 1/5 എന്ന് വെച്ചാൽ 0.2 ആണ്. അപ്പോൾ വീണ്ടും അത് ഫസ്റ്റ് ഇൻ്റർവെല്ലാണ് കിടക്കുക അല്ലേ? ഇതിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെടുക്കണം? a2ഉം 0 എന്ന് എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യുന്നത് 0 1/4 മാത്രമായിരിക്കും. ഇതിനെ വീണ്ടും എങ്ങനെ എനിക്ക് എടുക്കണം? 0 1/4നെ 1/4 - 0 1/4 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. 1/4/2 എന്താണ്? 1/8 ആണ്. അപ്പോൾ 0 1/8
അല്ലേ? 1/8 1/4 എന്ന് അടുത്ത് വരിക. അതായത് 0 1/8 എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് 1/5 എന്താണ് 1/8 എന്താണ് നോക്കാം 1/8 എന്താണ് 0.1 ആണ് കേട്ടോ. അപ്പൊ ഇതിലാണ് കിടക്കുക അല്ലേ? നോക്കൂ, ഇത് 0.1 to 0.25 ആണ്. അപ്പൊ ഇതിൽ സെക്കൻഡ് ഇന്റർവെല്ലാണ് കിടക്കുക. അപ്പൊ A3 എന്തായിരിക്കണം? 1 എന്ന് എടുക്കണം. മനസ്സിലായോ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കതാണ് ഇനി അടുത്ത ഇന്റർവെല്ല് ഏതെടുക്കണം? 1/8 1/4 എടുക്കുക. വീണ്ടും അത് നോക്കി നോക്കുക. വീണ്ടും ഇതിനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയിന്റ് എന്തെഴുതാം? നമുക്ക് 0 0 1 അടുത്ത എങ്ങനെയൊക്കെ വെച്ചാൽ അങ്ങനെ എഴുതാം. ഇങ്ങനെ ഇതാക്കി എഴുതാം. മനസ്സിലായോ? 1/5 അങ്ങനെ നമുക്ക് മാറ്റി എഴുതാന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ നമ്മൾ 1/8 ഇതേപോലെ നിങ്ങൾ എഴുതി നോക്കിക്കോളൂ. എന്താണ് 1/8 ചെയ്യുമ്പോൾ വരിക നോക്കുക. അപ്പം ഇവിടെ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എവരി റിയൽ നമ്പർ x belongs to the closed interval 0 1 പിന്നെ എന്താ ഉണ്ടാവും? We can denote x as point a1 a2 a3 etc an etc to the base 2. അതായത് ബൈനറി എന്നുള്ളതിന് ബേസ് 2 എന്ന് പറയും. ആൻഡ് ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് കോൾഡ് ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയും. മനസ്സിലായോ? ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ്. ഇനി ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ് ഈസ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ് എപ്പോഴും യുണീക്ക് ആയിരിക്കും എക്സെപ്റ്റ് വെൻ എക്സ് ഈസ് ഓഫ് ദ ഫോം, അതായത് m/2 raised to n where m ഈസ് ഓഡ്. ഈ കേസിൽ ഒന്നിൽ കൂടുതൽ ബൈനറി റെപ്രസെൻറ്റേഷൻ വരാം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതിനെല്ലാം ബൈനറി റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആയിരിക്കും. ഈ കേസിൽ എം ഓടാവുന്ന കേസിൽ ഒന്നിൽ കൂടുതൽ ബൈനറി റെപ്രസെൻറ്റേഷൻ വരാം. അതായത് എക്സ് ഈക്വൽ ടു പോയിന്റ് a1 a2 എക്സെട്ര an-1 1 0 0 എക്സെട്ര to the base 2, and it is also equal to point a1 a2 etc an-1 0 1 1 1 1 to the base 2. നിങ്ങൾ വേണമെങ്കിൽ 1 ending in zeros and the other ending in ones. മനസ്സിലായോ? അപ്പം നിങ്ങൾ വേണമെങ്കിൽ x equal to 3/8 ഇട്ട് ചെയ്ത് നോക്കാം. 3/8. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പം അങ്ങനെ ഇട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് വരിക എന്നുള്ളത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചോദിക്കാം ആൻസർ എന്താ വരിക എന്നുള്ളത്. ഇനി എന്താണ് പിന്നെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ അടുത്തതാണ്. ഇനി ബൈനറി റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ഈസ് ദ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. ഡെസിമൽ representation of റിയൽ നമ്പേഴ്സ് ആണ് ഇനി നമുക്കുള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ യു ഹാവ് ടു ഡിവൈഡ്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇതേപോലെ തന്നെ ചെയ്യുക. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1 ഏതൊരു റിയൽ നമ്പറിനെയും നമുക്ക് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എന്താക്കാം എന്നുള്ളത് ഇതുപോലെ പോയിന്റ് b1 b2 b3 എക്സെട്ര bn എന്നുള്ള രീതിയിൽ എഴുതാം. വേർ ഈ b1 b2 എക്സെട്ര bi വേരീസ് ഫ്രം 0 to 9. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 0 to 9 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഇനിക്വാളിറ്റി b1/10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b1/10 പ്ലസ് b1 പ്ലസ് 1 b1 plus 1/10 b1 plus 1/10 അടുത്തത് b1/10 plus b2/10 square less than or equal to
x less than or equal to b1 by 10 plus b2 plus 1 by 10 square. Which satisfies the inequality b1 by 10 plus b2 by 10 square plus etc. plus bn by 10 raised to n is less than or equal to x less than or equal to b1 by 10 plus b2 by 10 square plus etc. plus bn plus 1 by 10 raised to n. ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് പിന്നെ for all n belongs to capital N, that is for every natural number n. In this case we can write x equal to point b1 b2 etc. bn, and this is called the decimal representation of x എന്ന് നമുക്ക് പറയാം. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എഴുതാം ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 choose b belongs to n such that b less than x less than or equal to b plus 1. അങ്ങനെയുള്ള എക്സ് ചൂസ് ചെയ്യുക. ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ചൂസ് എക്സ് അല്ല ബി ചൂസ് ചെയ്യുക. ബി ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് 1 ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പം എന്താ വരിക നമുക്ക് then then also x is equal to b point b1 b2 etc. bn etc. where b point b1 b2 b3 etc. bn is the decimal representation of x minus b. മനസ്സിലായോ? x minus b which belongs to the closed interval 0 1 നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇനി അതിൻ്റെയും ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്യാനുള്ള പ്രോബ്ലംസ് തരാം. ഇനി അടുത്തത് നെക്സ്റ്റ് ഇസ് ദി പീരിയോഡിക് ഇന്റർവെൽ. പീരിയോഡിക് ഇന്റർവെൽ ഒരു ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിയൽ നമ്പർ b point b1 b2 etc. bn etc. is called a periodic or repeating ആവണമെങ്കിൽ repeating if there exist natural numbers k and m such that bn is equal to bn plus m for all n greater than or equal to k. അതായത് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്ന അർത്ഥം. മനസ്സിലായോ? റിപ്പീറ്റഡ് വൺസ് ദ kth ഡിജിറ്റ് ഈസ് റീച്ച്ഡ്. ഒരു kth ഡിജിറ്റ് റീച്ച് ചെയ്യുമ്പോൾ ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യും. ദ സ്മോളസ്റ്റ് നമ്പർ m with this property is called a period of the ഡെസിമൽ എന്ന് പറയും. അതായത് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ 19/88 എന്ന് പറയുന്നത് 0.2159090 അങ്ങനെ എഴുതാണെങ്കിൽ എക്സെട്ര ഹാസ് പീരിയഡ് എന്ത് പറയാം നമുക്ക്? പീരിയഡ് 2 എന്ന് പറയാം. m ഈക്വൽ ടു 2 അല്ലേ? m ഈക്വൽ ടു 2 രണ്ട് എലിമെൻറ്റ്സ് ആണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത് 90 എന്നുള്ളത്. റിപ്പീറ്റിംഗ് ബ്ലോക്ക് എന്താണ്? റിപ്പീറ്റിംഗ് ബ്ലോക്ക് 90 ആണ്. and starting at the digit k equal to 4 നമുക്ക് പറയാം. പിന്നെ terminating decimal is a periodic decimal in which the repeated block is simply the digit 0. അതാണ് terminating block എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഓർമ്മിക്കാനുള്ളത് റിയൽ നമ്പർ ഈസ് റാഷണൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് പിന്നെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഈസ് പീരിയോഡിക്. മനസ്സിലായോ? റാഷണൽ ആവണമെങ്കിൽ അതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ പീരിയോഡിക് ആവണം, അതായത് റിപ്പീറ്റ് ചെയ്യണം. അതിലൊരു പ്രോബ്ലം ചെയ്യാൻ സ്കൂളിലൊക്കെ പഠിച്ച പ്രോബ്ലമാണ്. ആ ടൈപ്പ് പ്രോബ്ലം നമ്മളൊക്കെ ചെയ്യാണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഫൈൻഡ് ദ റാഷണൽ നമ്പർ represented by
by the periodic decimal 37.14653 etc. 653 etc. എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ എടുക്കണമെന്ന് വെച്ചാൽ ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കാം. 653 ആണ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ തന്നതിനെ എക്സ് എന്ന് എടുക്കാം. 37.14 653 എക്സെട്ര ആണല്ലോ. അപ്പം എനിക്ക് വേണമെങ്കിൽ ഞാനിതിനെ ഇങ്ങനെ എഴുതാം. പിന്നെ ആദ്യം തന്നെ അതിലോട്ടെത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 100x ചെയ്യാം. 100x ചെയ്യുമ്പോൾ 3714.653 എന്നാവുമല്ലോ. ആദ്യം അതിലോട്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചാൽ പിന്നെ എത്രയാണ് ബ്ലോക്കിൽ 653 അല്ലേ, അപ്പോൾ 1000 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? ഈ 2നെ ഇത് 1 ഇത് 2നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 100 ഇൻറ്റു 1000 3 എക്സ് വരുമ്പോൾ എന്ത് വരും? 3714.653 ഇങ്ങനെ വരും അല്ലേ. എന്നിട്ട് ഇതിൽ നിന്നും ഈ 3യിൽ നിന്നും 2 മൈനസ് ചെയ്യുക. 3 - 2 ചെയ്യുക. അപ്പോൾ എനിക്ക് എന്താ വരിക? 3 - 2 ചെയ്യുമ്പോൾ 99900x എന്ന് വരും. മനസ്സിലായോ? അത് ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 3710939 എന്ന് വരും. therefore x എന്ന് പറയുന്നത് 3710939 ഡിവൈഡഡ് ബൈ 999,000 ഇതായിരിക്കും എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക കേട്ടോ. അതേപോലത്തെ പ്രോബ്ലംസ് തരാം ഞാൻ, ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ, ശരി.